നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങൾ ഭയങ്കര അടുപ്പമാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. പക്ഷേ എന്നാലും ഒരു അകൽച്ച, എത്രയും അടുപ്പമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു അകൽച്ച ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് ആദ്യം നോക്കും, പിന്നെ ക്വസ്റ്റ്യൻസും ക്ലാരിഫിക്കേഷനും, അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ 3 കളേഴ്സാണ് എടുത്തിട്ടുള്ളത്: യെല്ലോ, ബ്രൗൺ, റെഡ്. കേട്ടോ? അപ്പോൾ ബ്രൗൺ, റെഡ്, യെല്ലോ, ഈ 3 കളേഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലിഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. കേട്ടോ? അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് നോക്കുകയെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇപ്പോഴത്തെ എനർജി എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്, റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്, റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങൾക്ക് പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്, നിങ്ങൾ എന്ത് ചാലഞ്ചസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് ഒരു ഔട്ട്കം നമുക്ക് നോക്കാം. ഒരു ഗൈഡൻസ്, അഡ്വൈസ്, എന്തെങ്കിലും അങ്ങനെ നോക്കാം, സിറ്റുവേഷൻ അനുസരിച്ച് നോക്കാം. അപ്പോൾ ബ്രൗൺ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. ബ്രൗൺ സെലക്ട് ചെയ്തവർക്കുള്ള ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ബ്രൗൺ സെലക്ട് ചെയ്തവർക്കുള്ള ഓവറോൾ എനർജി. ഓക്കെ, ക്രോസ് റോഡ്. ചൂസ് ദ റൈറ്റ് പാത്ത്. അപ്പോൾ നിങ്ങളൊരു വഴിത്തിരിവിലാണ് നിങ്ങളുടെ ജീവിതം. ഇപ്പോൾ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളൊരു വഴിത്തിരിവിലാണ്, നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കണം. ആ ചോയ്സ് അനുസരിച്ചാണ് ഇനി നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എങ്ങനെയാണ് എന്താ പറയുക, ഏത് പാത്താണ്, ഏത് വഴിയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ എനിക്ക് ശരിയായ വഴി കാണിച്ചു തരണേ എന്ന്, അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഞാൻ ചൂസ് ചെയ്യുന്ന വഴി എനിക്ക് നല്ലതായിരിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും, അത് പാടില്ല. ദൈവമേ എനിക്ക് ശരിയായ വഴി ചൂസ് ചെയ്യാൻ പറ്റണേന്ന്. കാരണം നമ്മൾ അധികം വിവരമില്ലാത്ത മനുഷ്യരാണ്, നമുക്കറിയില്ല. അപ്പോൾ ഓരോ പാത്തും നമ്മൾ ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ അത് കുഴിയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ദൈവം ചൂസ് ചെയ്യുന്ന പാത്ത് ആകുമ്പോൾ അത് റൈറ്റ് ആവും. അതല്ല നമ്മൾ ചൂസ് ചെയ്തിട്ട് ദൈവമേ ഇത് റൈറ്റ് പാത്ത് ആവണമെന്ന് വെച്ചാൽ ദൈവം ശരി നീ പോയിക്കോ എന്ന് പറയും. പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് പിന്നെയും പ്രശ്നങ്ങളുണ്ടാവും, പിന്നെയും വഴിത്തിരിവുകളുണ്ടാവും. അതല്ല, ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നമ്മൾ ചൂസ് ചെയ്യുന്ന വഴിയാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. ചിലർ ബൈബിളിങ്ങനെ പെട്ടെന്ന് തുറന്ന് നോക്കുമ്പോൾ കിട്ടുന്ന വരികൾ, ആദ്യം കാണുന്ന വരികൾ വായിക്കും. അത് ഹിന്ദുക്കളാണെങ്കിലും ഖുറാൻ തുറക്കുമ്പോഴാണെങ്കിലും ഒക്കെ അങ്ങനെ വഴികൾ നോക്കാറുണ്ട്, ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു തരുന്ന വഴി കൂടെ മുമ്പോട്ട് പോകാൻ നോക്കുക. അപ്പോൾ നിങ്ങളൊരു വഴിത്തിരിവിലാണെന്നാണ് കാണിക്കുന്നത്. നോക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും, ഞാൻ റിലേഷൻഷിപ്പ് റീഡിങ്ങിലാണ് നോക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ചോയ്സ്, ചിലപ്പോൾ 2 പേര് ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെയാണ്, പോയിട്ട് തിരിച്ചു വന്ന ആളായിരിക്കാം, പക്ഷെ സ്വഭാവത്തിലൊരു വ്യത്യാസമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഒറ്റയ്ക്ക് മുമ്പോട്ട് പോകണോ അതോ ഈ പേഴ്സണെ കൂടെ കൊണ്ടുപോകണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റെസനേറ്റ് എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ ഏതായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയിലേക്കാണ് പോകുന്നത്. എന്താണ് റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി? ഓവറോൾ എനർജി എന്താണ്?
പേജ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല റിലേഷൻഷിപ്പിൽ, അല്ലേ? എന്തോ ഒരു തീരുമാനം എടുത്തിട്ടില്ലാത്ത പോലെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ആ തീരുമാനം നിങ്ങൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. നിങ്ങളാണോ നിങ്ങളുടെ പേഴ്സണാണെന്ന് അറിയില്ല. എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. പക്ഷേ കമ്മിറ്റ്മെൻറ്റിന്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കമ്മിറ്റ് ചെയ്യാനുള്ള, രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആയിരിക്കും റിലേഷൻഷിപ്പ് വേണോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേറെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ ചൂസ് ചെയ്യണോ വേണ്ടയോ, ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നൊക്കെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കൺഫ്യൂഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. എന്തുകൊണ്ടാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ റിവേഴ്സ് അയക്കുന്നത്? ഇവിടെ മജീഷ്യനെ കാണിക്കുന്നുണ്ട്. മാജിഷ്യൻ ചില സമയത്ത് മാനിപ്പുലേറ്ററാണ്. അപ്പോൾ 10 ഓഫ് കപ്സ് ആണ് ഇവിടെ ഉദ്ദേശം. നമ്മൾ ഒരു എന്താ പറയുക, ലൈഫിൽ ഒരു എന്താ പറയുക, ഇതൊരു വഴിത്തിരിവാണെന്നാണ് നിങ്ങളോട് പറഞ്ഞത്. ലൈഫിൽ നമുക്ക് ഉദ്ദേശം, അപ്പോൾ ചിലർ പ്രാക്ടിക്കലായിരിക്കും, ഓക്കെ കുഴപ്പമില്ല, ഇത്രയും അങ്ങോട്ട് 100% നമുക്ക് അത് പെർഫെക്റ്റ് അല്ല റിലേഷൻഷിപ്പ് എങ്കിലും 75% എങ്കിലും ആണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് ചിലർ ആഗ്രഹിക്കും. ചിലർ ഡ്രീം വേൾഡിൽ ജീവിക്കുന്നവരാണ്. അവർ വിചാരിക്കും ഇല്ല 100% ഞാൻ ഇങ്ങനെ ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ വേണം റിലേഷൻഷിപ്പിൽ, അതല്ലെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തീരുമാനം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് അങ്ങോട്ട് 100% നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇല്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാത്തതോ, ആരാണെന്ന് അങ്ങനത്തെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ആരാണാവോ ആ പേഴ്സൺ ആണ് ഇവിടെ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാത്തത്. അപ്പോൾ 10 ഓഫ് കപ്സ് കിട്ടണം എന്നാണ്. അത് പെർഫെക്റ്റ് ഒരു ഫെയറി ടെയിൽ സിറ്റുവേഷൻ ആണ്. എല്ലാ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങളുണ്ടാവും. ഒന്നും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആണെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യില്ല, അങ്ങനെയാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ കൊടുക്കൽ വാങ്ങൽ, കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇതുകൊണ്ടാണ് ഒരാൾ ഡ്രീം വേൾഡിലാണ് ജീവിക്കുന്നത്, മറ്റേ ആൾ കുറച്ചൊരു മാനിപ്പുലേഷൻ ഉള്ള പോലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്? പേജ് ഓഫ് സ്വേർഡ്സ്. ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് ഒരു ക്യൂരിയോസിറ്റി ആണ്. എന്ന് വെച്ചാൽ ഇത് ഒരു കാര്യമായിട്ട് എടുത്ത റിലേഷൻഷിപ്പ് അല്ല. ഒരു പുതുമ അന്വേഷിച്ച് വന്ന് കയറിയ റിലേഷൻഷിപ്പാണിത്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണോ? ടീം വർക്ക് കാണിക്കുന്നുണ്ട്, കൊളാബറേഷൻ, ലേണിംഗ്. അപ്പോൾ ചിലപ്പോൾ ഒരുമിച്ച് ഒരേ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാകുമ്പോൾ നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ റിലേഷൻഷിപ്പ് തുടങ്ങിയതായിരിക്കാം. ഡോക്ടേഴ്സ് ആയിരിക്കാം, ആർക്കിടെക്ട്സ് ആയിരിക്കാം, എൻജിനീയേഴ്സ് ആയിരിക്കാം, ഏതായാലും കൺസ്ട്രക്ഷൻ പോലെയാണ് കാണിക്കുന്നത് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തുടങ്ങിയതാണ്. ഇതൊരു ഫ്യൂച്ചറിൻ്റെ ഒരു ചിന്തിക്കാതെ തുടങ്ങിയ റിലേഷൻഷിപ്പ് പോലെ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാത്തത്. നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരാത്തത് റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സീനിയർ ആണോ, അങ്ങനെ എന്തെങ്കിലും ആണോ? പക്ഷേ ഈ പേഴ്സൺ ഒരു മദർ ഓഫ് വോൺസ്. ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണോ? ഇതല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ അമ്മയായിരിക്കാം. അവരുടെ മേൽനോട്ടമുണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ. അമ്മ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഭാര്യ, അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. ഇത് കുറച്ചൊരു പേടിക്കേണ്ട ഒരു ക്യാരക്ടറാണ് ഈ മദർ ഓഫ് വോൺസ്. അപ്പോൾ ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നേക്കുന്നത്. നിങ്ങൾക്കറിയാമോ ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണെന്ന്? അറിയാം. നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ മാരേജ് കഴിക്കണം എന്നുണ്ട് നിങ്ങളെ. കാരണം നിങ്ങളാണ് ഒന്നും കൂടെ ബെറ്ററായ ഒരു പേഴ്സൺ, ഈ പേഴ്സണ് ചേരുന്ന ഒരാൾ. അപ്പോൾ നിങ്ങളുമായിട്ട് വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് പോകുന്നത്.
കേട്ടോ. പക്ഷേ ഈ പേഴ്സൺ ഓൾറെഡി വേറൊരു കമ്മിറ്റ്മെൻറ്റിലുള്ള ആളാണ് എന്നാണ് കാണിക്കുന്നത്. അവർ തമ്മിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയേക്കുന്നത്. അത് നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആണ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല ഈ റിലേഷൻഷിപ്പിൽ. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എക്സ്പെക്റ്റ് ചെയ്ത് നിങ്ങളായിരിക്കാം ഈ 10 ഓഫ് കപ്സ് ആഗ്രഹിക്കുന്ന ആൾ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ലവ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സണ് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. പക്ഷേ ഈ പേഴ്സൺ ഒരു പ്ലെയർ എനർജി ആണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആണ് ഇതിൽ. അതുപോലെ നിങ്ങൾ റിലേഷൻഷിപ്പിന് അത്ര ഹാപ്പി അല്ല. പക്ഷെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊരു പ്രോഗ്രസ് ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ മുമ്പോട്ടുള്ളൊരു പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സണും നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. സ്നേഹം, ഈ പേഴ്സൺ കോഓപ്പറേഷൻ ആണ് കണ്ട. പിന്നെ നിങ്ങളായിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഈ പേഴ്സൺ. ഒരു മോർ ഫ്രണ്ട്സ് പോലെയാണ് നിങ്ങൾ. എന്തും പറയാമെന്നൊരു സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സൺ ശരിക്കും ലവ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ ലവ് അല്ല, നിങ്ങളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് തരുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഹെർമിറ്റ്. ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നില്ല. മനസ്സിലായോ? എന്താണ് മോർ ദാൻ ഫ്രണ്ട് എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുമ്പം, എന്തായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ ഒരു ഫ്രണ്ടിനേക്കാൾ ഉപരിയാണെന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു ഗേൾ ഫ്രണ്ട് ആണെന്നോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷൻ ആണെന്നോ ഒന്നും പറയുന്നുണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ചിലപ്പോൾ നുണ പറയുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ ഈ പേഴ്സൺ മറച്ചു വെക്കുന്നുണ്ട്. ഈ പേഴ്സൺ ശരിക്കും നിങ്ങളോടുള്ള ഫീലിങ്സ് ഈ പേഴ്സൺ മറച്ചു വെക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, എന്ത് ചോദിച്ചാലും കറക്റ്റായിട്ടുള്ള മറുപടി പറയാത്തൊരു ക്യാരക്ടറാണിത്. കുറേ സീക്രറ്റ്സ് വെക്കുന്നത്. ഇവിടെയും സീക്രറ്റ്സ് കാണിക്കേണ്ടി, ഇവിടെയും സീക്രറ്റ്സ് കാണിക്കേണ്ടി, ഇതും സീക്രറ്റ്. ഭയങ്കര സീക്രട്ടീവായ ഒരാളാണ്. അപ്പോൾ ഈ അന്യദേശത്തു നിന്ന് വന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ആളല്ല എങ്കിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ പാസ്റ്റോ ഈ പേഴ്സൻ്റെ ശരിക്കുള്ള സിറ്റുവേഷനോ അറിയില്ല. അങ്ങനെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കയറിയിരിക്കുന്നത്. ഈ പേഴ്സണും നിങ്ങളിൽ നിന്ന് ഫീലിങ്സ് ചോദിക്കുമ്പോൾ, ഈ പേഴ്സണോട് ഫീലിങ്സ് ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ ഒരു പൊടി പുറകിലേക്ക് നിൽക്കുകയാണ്, പറയുന്നില്ല എന്താണെന്ന്. ഇവിടെയും പറയുന്നില്ല. മനസ്സിലായോ? ഈ പേഴ്സൺ ഒരു എന്താ പറയുക, കുറച്ചൊന്ന് കൺട്രോളിലാണ് നിൽക്കുന്നത്. ഈ പേഴ്സൺ നമ്മളോട് റീഡിങ്ങിലും പറയുന്നില്ല ഇയാൾക്ക് എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന്. ഈ സ്ത്രീ ആയാലും പുരുഷനായാലും സീക്രട്സ് ആണ്, മൊത്തം സീക്രട്സ് ആണ് ഈ പേഴ്സൺ വയ്ക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? ജസ്റ്റിസ്. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ അടുത്ത് ട്രൂത്ത്, സത്യം അറിയണം. പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, നിങ്ങളോട് എന്താണ് എക്സാക്ട് ഫീലിംഗ് എന്ന് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സത്യം അറിയണം എന്നാണ്. ഈ പേഴ്സൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ് നിങ്ങളോട്, അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഈ പേഴ്സൺ എന്ത് തരത്തിലാണ് നിങ്ങളെ കാണുന്നത്, എന്താണ് ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾക്കപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവണം. എന്നുവെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾ കുറച്ചും കൂടി പ്രാക്ടിക്കലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഇതിനകത്ത് സ്റ്റക്ക് ആവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പുറത്തേക്ക് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ്, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത്. നിങ്ങൾക്ക് ജീവിതത്തിൽ കുറേ അച്ചീവ് ചെയ്യാനുണ്ട്. നിങ്ങൾ കുറേ ഹോപ്പും ഡിസയറും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് സ്റ്റക്കായി കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പേഴ്സൺ വെറുതെ വലിപ്പിക്കുകയാണോ നിങ്ങളെ എന്നൊരു നിങ്ങൾക്ക് ഡൗട്ടുണ്ട്. മനസ്സിലായി? പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. എന്നാലും നിങ്ങൾ ഇതിനകത്ത് സത്യം അറിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ഇതിനകത്ത് പുറത്തേക്ക് പോകണമെങ്കിൽ പുറത്തേക്ക് പോകണം. അല്ലാതെ ഇതിനകത്ത് സ്റ്റക്കായി കിടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, രണ്ടുപേരും അങ്ങോട്ട് ഫീലിങ്സ് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുകയെന്നുണ്ട്. ഇതിനകത്ത് നിങ്ങളും നിങ്ങളുടെ ഫീലിങ്സ് പറയുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈഗോ ഉള്ള ആളായിരിക്കും. അപ്പോൾ ഈ പേഴ്സണോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ ഇഷ്ടമല്ല ആണോ എന്ന് പറഞ്ഞാൽ അതൊരു കളിയാക്കുന്ന മുതലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈഗോ ഹേർട്ടാവും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം. ഓൾറെഡി നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആണ്, കാരണം ഈ പേഴ്സൻ്റെ ബിഹേവിയർ കൊണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും മീൻസ് സത്യം പുറത്ത് പറയുന്നില്ല, രണ്ടുപേരും കുറച്ചൊന്ന് പിടിച്ചു വെച്ചിട്ടാണ് പെരുമാറുന്നത്. എന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് രണ്ടുപേരും ഓപ്പൺ അല്ല റിലേഷൻഷിപ്പിൽ. നിങ്ങൾ എന്താണ് ഇവിടെ വെല്ലുവിളിയായിട്ടുള്ളത്? നിങ്ങൾ ഇതെല്ലാം വെല്ലുവിളിയാണ്. ഈ പേഴ്സൺ മാരീഡ് ആണെന്ന കാര്യം തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ്. എന്നാലും നമുക്ക് നോക്കാം യൂണിവേഴ്സ് ഇവരുടെ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് വെല്ലുവിളി ഇവർ ഫേസ് ചെയ്യുന്നത്. 10 of Swords. ഇവിടെ കുറേ കള്ളത്തരങ്ങളും ചതിയും വഞ്ചനയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും. കാരണം നിങ്ങൾ രണ്ടുപേരും മറച്ചു വെക്കുകയാണ് ട്രൂ ആയിട്ടുള്ള ഫീലിംഗ്. രണ്ടുപേരും ഓപ്പൺ ആയിട്ട് എന്താ പറയുക ബിഹേവ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല, ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നില്ല. അർത്ഥ മനസ്സോടെയാണ് രണ്ടുപേരും റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. കാരണം വേണ്ടി വന്നാൽ ഉപേക്ഷിക്കാൻ രണ്ടുപേരും റെഡിയാണ് റിലേഷൻഷിപ്പിന്. അതാണ് ഇവിടുത്തെ ചാലഞ്ച്. അപ്പോൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് അല്ല, രണ്ടുപേർക്കും റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമുണ്ട്. അതുപോലെ നാളെ ഉണ്ടാവില്ല റിലേഷൻഷിപ്പ് എന്നൊരു ചിന്തയും കൊണ്ട് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ക്രോസ് റോഡിലാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശരിക്കുള്ള വഴി കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിത് വേണോ വേണ്ടയോ? കാരണം സമയം ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല, സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൈവിട്ട് പോകും സമയം, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കൊരു അഡ്വൈസ് എന്താണ്? നിങ്ങൾ ഈ റീഡിങ് കാണുന്ന ആൾക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ പറ്റുന്നത് യൂണിവേഴ്സ്? ഹാങ്ഡ് മാൻ, ചാരിയറ്റ്. ഇവിടെ സ്റ്റക്കായിട്ട് കിടക്കരുത്, ലൈഫായിട്ട് മുമ്പോട്ട് പോകണം. ഇത് രണ്ടും പോസിറ്റീവ് കാർഡ്സ് ആണ്. മുമ്പോട്ട് കുതിക്കുക, മുമ്പോട്ട് പോകുക, മനസ്സിലായി എന്നാണ് പറയുന്നത് ഇവിടെ. ഇത് ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ സ്റ്റക്കാണ്. അപ്പോൾ സ്റ്റക്കായിട്ട് കിടക്കാതെ, ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന എനർജിയാണ് ചാരിയറ്റ്. അപ്പോൾ മൂവ്മെൻറ്റ്, ഫോർവേഡ് മൂവ്മെൻറ്റ് വേണം. ഇതും അതെ 8 of Wands ആണ്. ഈ രണ്ട് കാർഡും പോസിറ്റീവായിട്ടുള്ള മുമ്പോട്ടുള്ള മൂവ്മെൻറ്റിനെ കാണിക്കുന്ന രണ്ട് കാർഡ്സാണ്. ഇത് സ്റ്റക്ക് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റക്കാണ് ഇവിടെ. പക്ഷേ യൂണിവേഴ്സ് പറയുന്ന നിങ്ങളൊരു ക്രോസ് റോഡിലാണ്, നിങ്ങളൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനമെടുത്ത് ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകുക. ഒന്നില്ലെങ്കിൽ ഈ പേഴ്സണോട് കറക്റ്റായിട്ടുള്ള യെസ് ഓർ നോ ചോദിക്കുക. നോ പറയുകയാണെങ്കിൽ മുമ്പോട്ട് പോവുക. യെസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, എന്നാൽ എൻഗേജ്മെൻറ്റ് നടത്താം, കല്യാണം നടത്താം, അതിനപ്പുറത്തേക്കുള്ള ഡിലേ വേണ്ട. ഇതാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസീസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, ഏരീസ്, ലിബ്ര, Virgo, Aries, Leo, Sagittarius, Cancer, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aries, Leo, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫയർ എനർജിയാണിത്. Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Gemini, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പോൾ ഇത്രയുമാണ് ബ്രൗൺ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന റെഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് കേട്ടോ. റെഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഓറക്കിൾ മെസ്സേജാണ് ആദ്യം നോക്കുന്നത്. എന്തുകൊണ്ടാണ് വളരെ അടുത്ത ആയിട്ടും അകലെയാണെന്ന് തോന്നുന്നത്? എന്തുകൊണ്ടാണ്? അതാണ് നമ്മളുടെ ചോദ്യം. വളരെ അടുപ്പമുണ്ടെങ്കിലും അകൽച്ച തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ കുറേ കാർഡ്സ് ഉണ്ട് നമുക്ക് ഇതിൽ വരാത്തത്. ചില സമയത്ത് കാർഡ് തരും ഭഗവാൻ, ചില സമയത്ത് ഞാൻ തപ്പിയെടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. സ്നേക്ക്, പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര എന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നാണ്. സർപ്പങ്ങൾ വിഷം തുപ്പില്ലേ, അതുപോലെ ആയിരിക്കരുത് നമ്മളുടെ വാക്കുകൾ. സർപ്പത്തിൻ്റെ വിഷമാണ്, വിഷം തുപ്പുന്ന സർപ്പങ്ങളാണ്. അപ്പം നമ്മളുടെ കണ്ഠനാളത്തെ കൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകൾ
മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുകയോ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുകയോ മറ്റുള്ളവരെ ശപിക്കുന്നതോ ഒന്നും ആവരുത്. അവരുടെ എന്താണ് ദുരവസ്ഥയ്ക്ക് ഇടവരുത്തരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കണം. കാരണം ചിലരുടെ വാക്കുകൾക്ക് കത്തിയേക്കാളും മൂർച്ചയുണ്ട്, കൊന്നുകളയും. മനസ്സിലായി? അങ്ങനത്തെ ഇതാണ്. ഈ ആഫ്രിക്കയിലെ ആൾക്കാർ, ഒരു ഗോത്രവർഗ്ഗക്കാർ, അവർക്കൊരു മരം നശിപ്പിക്കണം, മരം വെട്ടാൻ അവർക്ക് മടിയാണ്. അപ്പോൾ ആ മരം നശിച്ചു പോകണം എന്ന് വിചാരിക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരെല്ലാവരും കൂട്ടത്തോട് ചെന്ന് ആ മരത്തിനെ ചീത്ത പറയുന്നതാണ് പറയുന്നത്. ചീത്ത പറഞ്ഞ് കുറേ നാൾ ചീത്ത പറഞ്ഞ് ആ മരം കരിഞ്ഞു പോകും. മനസ്സിലായി? അപ്പോൾ അതൊന്നില്ലെങ്കിൽ നമ്മളുടെ എനർജി ആയിരിക്കണം, അല്ലെങ്കിൽ മരത്തിൻ്റെ സെൻസിറ്റിവിറ്റി ആയിരിക്കണം, അറിയില്ല. പക്ഷെ മരം കരിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മളുടെ വാക്കിൻ്റെ ശക്തി. ഓക്കെ, അതുകൊണ്ടാണ് പോസിറ്റീവ് വാക്കുകൾ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ വല്ലതും വായിത്തോന്നിയൊക്കെ വിളിച്ച് പറയും, ശപിക്കും, പ്രാകും, ഇതൊക്കെ നമ്മൾ ചെയ്യാറ്. പക്ഷെ ഇതിൻ്റെ ഒന്നും എൻഡ് എന്താണ്, അതുകൊണ്ട് എന്താണ് നടക്കാൻ പോകുന്നത്, ഇതൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ കൈവിട്ട കളി കളിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ എനർജി ഉണ്ട്. റിലേഷൻഷിപ്പിലെ എനർജി എന്താണ്? പേജ് ഓഫ് സ്വേർഡ്സ്. ന്യൂ ഐഡിയാസ്, ക്യൂരിയോസിറ്റി, തേഴ്സ്റ്റ് ഫോർ നോളജ്, ന്യൂ വേസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്, റെസ്റ്റ്ലെസ് മെൻ്റൽ എനർജി. റിലേഷൻഷിപ്പിൽ കുറച്ചൊരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. എന്നുവെച്ചാൽ രണ്ടുപേരും ആവശ്യത്തിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കാട് കയറുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. മനസ്സിലായോ? രണ്ടുപേർക്കും രണ്ടുപേരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടുപേരും ചാലഞ്ചിങ് ആണ്. മനസ്സിലായോ? ഈ സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ചിന്തകളാണ്. അപ്പോൾ ഇവിടെ ചിന്തിച്ച് കാട് കയറുന്ന രണ്ടുപേര്. അപ്പോൾ ഇപ്പോൾ സ്വപ്നത്തിൽ ഒരാൾ ഫ്രണ്ടിനോട് പറയും, എൻ്റെ വൈഫ് ഇന്ന് എന്നെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിക്കും, പറയും ഞാൻ അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിക്ക് ഒരു ഉമ്മ കൊടുത്തു, അതുകൊണ്ടാണെന്ന് പറയും. പറയും അതെപ്പോഴാണ് നീ ചെയ്തത്? അത് വൈഫ് സ്വപ്നം കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന കുറേ പേരുണ്ട്. സ്വപ്നത്തിൽ കണ്ട കാര്യത്തിന് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുന്ന കുറച്ച് പേരുണ്ടെന്നാണ് കോമഡി പറയുന്നത്. ഓക്കെ, പേജ് ഓഫ് സ്വേർഡ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഹെയറോഫാൻറ്റ്, മജീഷ്യൻ. അപ്പോൾ ഇത് ഒരു മാരേജ് സിറ്റുവേഷൻ ആണോ? നിങ്ങൾ മാരീഡ് ആണോ? രണ്ടുപേരും തമ്മിൽ മാരീഡ് ആണോ? ഇതൊരു ഹെയറോഫാൻറ്റ് എന്ന് പറഞ്ഞാൽ റിലിജിയൻ ആവാം, അല്ലെങ്കിൽ കല്യാണം, ഒരു ട്രഡീഷനാണ്. ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന രണ്ടുപേര്. അപ്പോൾ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷൻ എന്താണ്? കല്യാണം കഴിക്കുക, പിന്നെ റിലേഷൻഷിപ്പ് തുടങ്ങുക. അതാണ് ഒരു ട്രഡീഷണൽ വേ ഓഫ് ലൈഫ്. അപ്പോൾ ആ ഒരു ട്രഡീഷൻ, ഇവിടെ ഒരു മാരേജ് ഓൾറെഡി നടന്നിട്ടുണ്ട്. പക്ഷേ ആരെയോ സംശയമുള്ള പോലെ ഒരു മീൻസ് ഒരു എന്താ പറയുക, ഒരു രണ്ടുപേരും മൈൻഡ് ഗെയിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന പോലെ. രണ്ടുപേരും റിലേഷൻഷിപ്പിൻ്റെ എന്താണ് ഗോളെന്ന് മനസ്സിലാക്കുന്നില്ല. രണ്ടുപേരും തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ പോലെ. ഓക്കെ, ഒരു ജെമിനായി, ഒരു ടോറസ്, അതാണ് രണ്ട് സോഡിയാക് സൈനാണ് ഇവിടെ കാണിക്കുന്ന റിലേഷൻഷിപ്പിൽ. ആവണമെന്നില്ല, എന്നാലും ഇതാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഞാൻ ഇൻറ്റൻഷൻ പറഞ്ഞില്ല, അല്ലാതാണ് കാർഡ് വീണത്. രണ്ടാമെടുക്കുക, പിന്നെയും ടോറസ് വന്നു. അപ്പോൾ എന്താണ്
ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം, ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്? പാഷനാണ്. ഒരു എന്താ പറയുക, കൂടുതലും ഫിസിക്കൽ സൈഡിനാണ് ഈ പേഴ്സൺ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് പേഴ്സണ് കൂടുതൽ ഫിസിക്കൽ അട്രാക്ഷനാണ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറവാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ട് എപ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീഷനാണ് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും. ലവ് ഉണ്ട്, പക്ഷേ ലവാണോ പാഷനാണോ മുമ്പിട്ട് നിൽക്കുന്നത് ഇവിടെ? രണ്ടും തമ്മിൽ ഒരാൾക്ക് സ്നേഹം ഇമോഷണൽ സൈഡാണ് വേണ്ടത്, ഒരാൾക്ക് പാഷനാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വടംവലി നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്കല്ല മോസ്റ്റ്ലി ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ കേട്ടോ. അപ്പോൾ ഈ പേഴ്സൻ്റെ ഉദ്ദേശം സ്നേഹം ഉണ്ട് നിങ്ങളോട്, പാഷനും ഉണ്ട്. പക്ഷേ ഇതിലേത് ഈ പേഴ്സണ് നിങ്ങളോട് ഏതാണ് മുമ്പിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സൺ അറിയില്ല. മനസ്സിലാവുണ്ടോ? ഒരു വടംവലി ഉണ്ട് ഈ പേഴ്സൻ്റെ മനസ്സിൽ. നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള പാഷനും തമ്മിലൊരു വടംവലി എപ്പോഴും നടക്കാറുണ്ട്. മിക്കവാറും മുമ്പിട്ട് നിൽക്കുന്നത് പാഷൻ ആയിരിക്കാൻ വഴിയുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനുള്ള കാരണമാണ്. മനസ്സിലായോ? ഓക്കെ, ചൂടെടുക്കുന്നു എന്താ? ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിൽ എപ്പോഴും ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവും. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ തന്നെ അറിയില്ല എന്താണ്. ചില സമയത്ത് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കും, നിങ്ങളൊക്കെ എന്താണ് വേണ്ടത് എന്ന് പേഴ്സണ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ ഈ പേഴ്സൺ ചൂസ് ചെയ്യുന്ന ആ ഒരു മൂഡായിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടത് ആ സമയത്ത്. മനസ്സിലായി? ചിലപ്പോൾ നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട്, ഒരു താങ്ങ്, ആരെങ്കിലും സപ്പോർട്ട് പേഴ്സൻ്റെ അടുത്ത് പ്രതീക്ഷിക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് നിങ്ങളെ മനസ്സിലാക്കാതെ വേറെ തരത്തിൽ പെരുമാറാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ്, ഈ പേഴ്സൺ തന്നെ അറിയില്ല എന്താണ് നിങ്ങൾക്ക് തരേണ്ടതെന്ന്. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ പേഴ്സണ്. ഈ പേഴ്സണിൽ നിന്ന് ഇമോഷണൽ സപ്പോർട്ടാണ് ആഗ്രഹിക്കുന്നത്, കൂടുതലും പാഷനാണ് ആഗ്രഹിക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷേ ഈ പേഴ്സണ് രണ്ടുമുണ്ട്, നിങ്ങളോട് സ്നേഹവുമുണ്ട് പാഷനും ഉണ്ട്. അതൊരു നല്ല ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ അനുസരിച്ചായിരിക്കും പേഴ്സൺ ബിഹേവ് ചെയ്യുന്നത്. ഈ പേഴ്സണായിട്ടായിട്ടുള്ള പേഴ്സൺ ഭയങ്കര മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കാം, അഡാപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പേഴ്സൻ്റെ ഉള്ളിൽ തന്നെ വടംവലി വരുന്നുണ്ട്. ഇത് എന്താണ് കൊടുക്കേണ്ടതെന്ന ഒരു ചിന്ത വരുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ് റിലേഷൻഷിപ്പ് കൊണ്ട്? ഇതൊരു ബാലൻസ്ഡ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. കാരണം പേഴ്സൺ അറിയാം രണ്ട് കാര്യവും, പാഷനും വേണം ഇമോഷനും വേണം റിലേഷൻഷിപ്പിന്. അത് ഈ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്, അത് തരാനാണ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മനസ്സിൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊരു ഇത് വരുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ് റിലേഷൻഷിപ്പ് കൊണ്ട്? നിങ്ങൾ എന്താണ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് സപ്പോർട്ട് വേണം, ഒരു ടീം വർക്ക് വേണം നിങ്ങൾക്ക്. മനസ്സിലായോ? അതുപോലെ നിങ്ങൾക്ക് ഈ പേഴ്സൺ പേജ് ഓഫ് പെന്റക്കിൾസ്, 3 ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് സ്വേർഡ്സ്. നിങ്ങൾ ഈ പേഴ്സണ് ഒരു എന്താ പറയുക, ടീം നിങ്ങളോട് ഡിസ്കസ് ചെയ്യണം. അല്ലാതെ ഈ പേഴ്സൺ ഒരു കാര്യവും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എടുത്ത് ചാടി ഡിസൈഡ് ചെയ്യരുതെന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഈ പേഴ്സൺ തരുന്ന ഓഫറുകൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. മനസ്സിലായി? നിങ്ങളുമായിട്ട് ഭയങ്കര സപ്പോർട്ടിൽ ടീം വർക്കിൽ പോകുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഈ പേഴ്സൺ തീരുമാനമെടുക്കാൻ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. അതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഒരു തീരുമാനം രണ്ടുപേരും കൂടെ എടുക്കുക, ഒരാളല്ല എടുക്കണ്ടേ. അത് ശരിയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ അപ്പോൾ ഈ പേഴ്സൺ അത് ചെയ്യുന്നില്ലായിരിക്കാം. അതുകൊണ്ടൊരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ മനസ്സിലും ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ടീം വർക്കാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ കുറച്ചും കൂടെ ആംബീഷ്യസ് ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കണം. ഈ പേഴ്സൺ കുറച്ച് ലേസി ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കണം ഈ പേഴ്സണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഭയങ്കര ആംബീഷ്യസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എയിമിലേക്ക് എത്താൻ ഈ പേഴ്സൺ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾ അത് പേഴ്സണോട് സംസാരിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട്.
നമ്മൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ മാറേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഇതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ, എനിക്ക് ഇതാണ് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വേണ്ടതെന്ന് പറയുക. ആ പേഴ്സൺ നിങ്ങളോട് ഇതാണ് എനിക്ക് എൻ്റെ ഒരു സിറ്റുവേഷൻ ഇതാണ്, അപ്പോൾ എന്താണ് നിൻ്റെ, അപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് ഇവിടെയും കാണിക്കുന്നത്. മിക്ക റിലേഷൻഷിപ്പിലും പ്രശ്നം കമ്മ്യൂണിക്കേഷനാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾ ഈ മൈൻഡ് ഗെയിംസ് കളിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ആകെ ഇരുട്ടിത്തപ്പലാണ്. എന്ത് മേടിച്ച് കൊടുക്കണം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, എന്താണ് ഇഷ്ടം ഇയാൾക്ക്, അതറിയില്ല ഇയാൾക്ക്, നിങ്ങളുടെ പേഴ്സണ്. അതാണ് ഇവിടെ ഒരു പ്രശ്നമായിരിക്കുന്നത്. അപ്പോൾ ഉദ്ദേശം രണ്ടുപേരുടെയും നല്ലതാണെങ്കിലും രണ്ടുപേരും ഹാപ്പിയാണ് റിലേഷൻഷിപ്പിൽ, അങ്ങനെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ല. രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ് ഉള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഓക്കെ, ഈ പേഴ്സൺ കുറച്ചും കൂടി അതോറിറ്റേറ്റീവ് ആണ്. മനസ്സിലായോ? നിങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി നിങ്ങൾ ഭയങ്കര സ്റ്റിഫാണെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. ഇത് എംപററാണ്, ഏരീസ് സോഡിയാക് സൈൻ. ഇത് പാർട്ടിങ് 3 of Cups റിവേഴ്സാണ് വന്നേക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക, നിങ്ങളൊരു ഗോ ഗെറ്ററാണ്. ഈ പേഴ്സൺ കുറച്ച് ലേസി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പേഴ്സൺ കുറച്ച് അധികം ആളുകളോട് ഇടപെടാത്ത, വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ നേരെ ഓപ്പോസിറ്റും. നിങ്ങൾ ഭയങ്കര അംബീഷ്യസ് ആണ്. നിങ്ങൾ 4 ചെണ്ടപ്പുറത്ത് കോലിട്ടാൽ അവിടെ എല്ലാം ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഈ പേഴ്സൺ അതല്ല. അപ്പോൾ ഈ പേഴ്സണിൻ്റെ നിങ്ങളോടുള്ള ഫീലിങ്സ് ഇതാണ്, കുറച്ച് ഒന്ന് കുറയ്ക്കുക നിങ്ങളുടെ ഓവർ ഇൻ്റലിജൻസ്. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുക, ഫ്രണ്ട്സിനോട് ഏത് നേരം സംസാരിക്കുക. ഈ പേഴ്സണിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കൂടുതലും വീട്ടുകാരോടും ഫ്രണ്ട്സിനോടും ഓഫീസ് കൊളീഗ്സിനോടാണ് ആയിരിക്കും സംസാരിക്കുന്നത്. അവരോടായിരിക്കും നിങ്ങളെക്കുറിച്ച് കൂടുതൽ അവർക്കാണ് അറിയുന്നത്. നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളൊന്നും പറയാറുമില്ല, ഷെയർ ചെയ്യാറുമില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലും ഒരു അതോറിറ്റി ആയിട്ടാണ് പെരുമാറുന്നത്. നിങ്ങൾ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. എന്നുവെച്ചാൽ എന്ത് കഴിക്കണം, എന്ത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റേയാളിൽ കോൺഫിഡൻസ് ഇല്ല എന്നാണ് വരിക അല്ലേ? ഭാര്യ ഭർത്താവിനോട് ഓക്കെ ഈ ഡ്രസ്സ് ഇട്ട് ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോകണ്ട, ഇത് കൊള്ളില്ല എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ ടേസ്റ്റിൽ സംശയമുണ്ട്. ഈ പേഴ്സൺ അത്രയും നല്ല ഷർട്ടൊന്നും സെലക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ ഒരു ചിന്ത വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ, എല്ലാവർക്കും സ്പേസ് ആവശ്യമാണ്. അപ്പോൾ മറ്റുള്ള സ്പേസിൽ, അത് ഭർത്താവായാലും കുട്ടികളായാലും ഭാര്യയായാലും, നമ്മൾ അതിനകത്തേക്ക് ഇടപെടാൻ ചെല്ലരുത്. ഒരു പരിധി വയ്ക്കുക. ഇവിടെ അതാണ് ആ നിങ്ങളുടെ പേഴ്സൺ ഒരു ചിന്ത. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് എന്താണ് ഫീലിങ്സ്, ഇപ്പോഴത്തെ ഫീലിങ്സ്? നിങ്ങൾക്ക് ഈ പേഴ്സൺ സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങൾക്ക് ആ പേഴ്സണോട് ശരിക്കും സ്നേഹമുണ്ട് കേട്ടോ. ഗോ ഈ പേഴ്സൺ കുറച്ച് കള്ളത്തരം പറയുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ട്. കള്ളത്തരം പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? കള്ളത്തരം പറയുന്നത് നമ്മൾ പറയുന്ന സത്യം കേൾക്കുമ്പോൾ മറ്റേ ആൾക്ക് സത്യം കേൾക്കാനുള്ള ക്ഷമയില്ല, അത് മനസ്സിലാക്കാനുള്ള ക്ഷമയില്ല. അതുപോലെ തന്നെ ആ പേഴ്സണ് സത്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ബഹളമുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടാണ് മിക്കവരും നുണ പറയുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രശ്നമുണ്ടാകും, നുണ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് മെജോറിറ്റി ആളുകൾ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നുണ പറയുന്നുണ്ട്, നിങ്ങളോട് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ച് മടിയനാണ് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പേഴ്സൺ സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തുറന്ന് പറയുന്നില്ല. മിക്കവാറും ഈ പേഴ്സൻ്റെ ഒരു ചട്ടക്കൂടിനുള്ളിലാണ് നിൽക്കുന്നത്. വളരെ സ്റ്റിഫായ പേഴ്സണാണ്. അതുപോലെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുന്ന ഒരു ഇതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ കാര്യമായിട്ട് സത്യമായ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. പിന്നെ കൂടുതലും പൈസയ്ക്ക് ഭയങ്കര പിശുക്കനാണെന്നൊക്കെ ഒരു ചിന്തയുണ്ട്. പിശുക്കിയാണ്. അതുപോലെ നിങ്ങൾക്ക് വേറൊരു ഡൗട്ടുണ്ട്, ഈ പേഴ്സൺ എവിടേക്കോ വേറെ റിലേഷൻഷിപ്പിൽ എന്തോ ആണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ചിന്തയുണ്ട്, ഈ പേഴ്സൺ ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വർക്കഹോളിക്കാണ്. ഏത് നേരവും ഓഫീസിലാണ്, ആവശ്യത്തിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പേഴ്സൺ തലയിലെടുത്ത് വെച്ചേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഇഷ്ടമുണ്ട്, നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നിങ്ങൾ മാരേജിലേക്ക്, അപ്പം ഇപ്പം മാരേജ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊരു കമ്മിറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പാണ്, നിങ്ങളൊരു മാരേജിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
ഈ പേഴ്സണായിട്ട്. നിങ്ങളുടെ ഉദ്ദേശം മാരേജ്, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണോട് കല്യാണത്തിൻ്റെ തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഈ പേഴ്സൺ എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് കടുത്ത വാക്കുകൾ യൂസ് ചെയ്യുന്ന ആളാണെന്ന് തോന്നി. ഈ പേഴ്സൺ അങ്ങനെ കടുത്ത വാക്കുകൾ യൂസ് ചെയ്യുന്ന ആളല്ല. പിന്നെ കുറച്ചൊക്കെ ഉഴപ്പുണ്ടാവാം, പക്ഷേ റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ തക്ക ഉഴപ്പ് ഈ പേഴ്സൺ ഇല്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പക്ഷേ ഈ പേഴ്സണ് ചെറിയൊരു ഡൗട്ടുണ്ട്. ഈ പേഴ്സൺ വേറെ ആരൊക്കെയായിട്ടോ റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ചാലഞ്ച് എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ചാലഞ്ച് എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചാലഞ്ച് എന്താണ്? മാജിഷ്യനും കൺട്രോളാണ്. ഇവിടെ ഒരു ടഗ് ഓഫ് വാർ നടക്കുന്ന പോലെ. എന്ന് വെച്ചാൽ ഏത് നേരവും ആക്ഷൻ വേണം, ഒരു കാര്യത്തിൽ നിന്ന് മുമ്പോട്ട് പോവുക, റിസ്ക് എടുക്കാൻ വളരെ ആഗ്രഹിക്കുന്ന, ഏത് റിസ്കിലേക്കും എടുത്തു ചാടുന്ന സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ്. ഇപ്പോൾ ഇതിനകത്ത് ചാലഞ്ച് എന്ന് വെച്ചാൽ ഒരാൾ മറ്റേയാളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് ആഗ്രഹമില്ലാത്ത സിറ്റുവേഷനിലേക്ക് വലിച്ചിഴക്കുന്നു എന്നൊരു ചിന്ത ഇവിടെ കാണിക്കുന്നുണ്ട്. അതാണ് കൂടുതലുമായിട്ട് പ്രൊജക്റ്റീവായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്നേക്ക് എന്ന് പറഞ്ഞത്, വിഷം. അപ്പോൾ ഈ പേഴ്സണ് മനസമാധാനം കിട്ടുന്നില്ല, പെണ്ണായാലും ആണായാലും. കാരണം നിങ്ങൾ ഏത് നേരവും ഇവരെ കൺട്രോൾ ചെയ്യാനും ഇവരുടെ എല്ലാ കാര്യത്തിലും കൈകടത്തും നിങ്ങൾ. എന്ന് വെച്ചാൽ അവർ ഡ്രസ്സ് ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതും എവിടെ പോകുന്നു ആരെ മീറ്റ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും. അതുപോലെ എന്ത് ചെയ്യണം ഈ പേഴ്സൺ എന്നൊക്കെ ഒരാൾ തീരുമാനിക്കുന്നുണ്ട് ഇവിടെ. ഒരാൾ കൂടുതലായിട്ട് റിസ്ക് എടുക്കുന്ന ഒരാൾ, മറ്റേ ആൾ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾ. അപ്പോൾ അതാണ് ഇവിടെ ഒരു എന്താ പറയുക, അഡ്വഞ്ചർ ലവിങ് ഒരാളുണ്ട്. മറ്റേ ആൾക്കാണെങ്കിൽ അഡ്വഞ്ചർ പേടിയായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഫോഴ്സ് ചെയ്ത് അഡ്വഞ്ചറസ് ആക്കാൻ നോക്കുമ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് അഡ്വൈസ്, നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ത്? നിങ്ങളുടെ എനർജി ഏതാണെന്ന് എനിക്ക് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വന്നേക്കാം. അപ്പോൾ നിങ്ങളുടെ അഡ്വൈസ്, നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? ഈ റീഡിങ് കാണുന്ന ആൾക്കുള്ള അഡ്വൈസ് എന്താണ്? ജസ്റ്റിസ്. ഓക്കെ, എന്ത് ചെയ്യുമ്പോഴും അത് ഫെയർ ആയിരിക്കണം, അതിനൊരു നീതി വേണം. നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും എന്ത് പെരുമാറുമ്പോഴും എന്ത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴും അതിൻ്റെ പിന്നിലൊരു നീതി വേണം, അത് ഫെയർ ആയിരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഇൻജസ്റ്റിസ് കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, അവളുടെ ഫ്രണ്ടിന് ഒരാളെ ഇഷ്ടമായിരുന്നു. അപ്പോൾ പക്ഷേ അയാളോട് സംസാരിച്ചപ്പോൾ അയാളുടെ ഫ്രണ്ടിന് ഒരു പെൺകുട്ടി ഇഷ്ടമാണ്. ആ പെൺകുട്ടി ഇയാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഇഷ്ടമുള്ള ആൾ ഇവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്ത് പരിപാടി എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവളെന്ത് ചെയ്ത് അയാളുടെ അടുത്ത്, എന്നുവെച്ചാൽ അവൾ ഇഷ്ടപ്പെടുന്ന ആളുടെ ഫ്രണ്ട്, അതന്നെ ഇഷ്ടപ്പെടുന്ന ആളുടെ ഫ്രണ്ടിനോട് അവൾ ചെന്ന് എന്നുവെച്ചാൽ മറ്റേ പെൺകുട്ടിയെ ഇഷ്ടമാണല്ലോ ഈ ഫ്രണ്ടിന്. അപ്പോൾ ആ പെൺകുട്ടിയോട് ചെന്ന് പറയും, നീ ഇങ്ങനെ ആളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ലല്ലോ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അയാളോടൊന്നും. അപ്പോൾ അത് വെറുതെ ഇല്ല, കുഴപ്പമില്ല, അത് നീ അഭിനയിച്ചാൽ മതി, നീ വെറുതെ നുണ പറഞ്ഞാൽ പറയും. അത് എത്തിക്കലല്ല, മനസ്സിലാവണ്ടോ? അതിൻ്റെ കോൺസിക്വൻസസ് ഇവൾക്ക് ഒട്ടും അറിയില്ല എന്താണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത്, മാനിപ്പുലേറ്റ് ചെയ്യരുത്, മറ്റുള്ളവരെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കരുത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റിഫയബിൾ ആയിരിക്കണം നമ്മളുടെ ആക്ഷൻസ്. എന്ത് ആക്ഷൻ, ആരോട് നമ്മൾ ആക്ഷൻ എടുക്കുമ്പോഴും ജസ്റ്റിഫയബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് റെഡ് സെലക്ട് ചെയ്തവർ റീഡിങ് കേട്ടോ. അപ്പോൾ ലീബ്ര, ജെമിനായി, അക്വേറിയസ്, ഏരീസ്, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Virgo, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Gemini, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aries, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Gemini, Taurus, Aquarius, Libra, Gemini. ഇത്രയുമാണ് റെഡ് സെലക്ട് ചെയ്തൊരു റീഡിങ്. അപ്പോൾ ഞാനിനി യെല്ലോ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ.
അപ്പോൾ യെല്ലോ സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫാമിലി, ഇമോഷണൽ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ പറയുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്, ഇമോഷണൽ സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തണം. നമ്മൾ പല തിരക്കുകളിൽ ഓടി നടക്കുന്ന ആളുകൾ. അപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ്, അവർക്ക് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിയെടുക്കുന്നത്. പക്ഷേ അവർക്ക് ഇമോഷണൽ കാര്യങ്ങൾ ഉണ്ടാവാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയാനുണ്ടാവാം, അല്ലേ? കുറച്ച് ചിലപ്പോൾ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനൊന്നും സമയമില്ലാത്ത പോലെ, നമ്മൾ കൂടുതൽ ജോലിയുടെ പുറകെ ഓടുന്ന പോലെ, എന്തിൻ്റെ പുറകെ ആണെങ്കിലും. അപ്പോൾ ഫാമിലിയായിട്ട് ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യമായിരിക്കും. വൈഫിനെ ചിലപ്പോൾ ഹസ്ബൻഡിനെ കാണാൻ കിട്ടുന്നുണ്ടാവില്ല, ഹസ്ബൻഡിന് വൈഫിനെ കാണാനും കിട്ടുന്നുണ്ടാവില്ല, പിള്ളേർക്ക് കാണാൻ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഫാമിലിക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? എനിക്ക് നേരിയൊരു പല്ലുവേദനയുണ്ട്, അതാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള ഓവറോൾ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഓക്കെ, 6 of Wands, 6 of Cups റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ പാസ്റ്റിൽ ജീവിക്കുന്ന പോലെ ഒരു സിറ്റുവേഷൻ, വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന പോലെ, ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി വീട്ടുകാരെ ഉപേക്ഷിച്ച് പോരേണ്ടി വന്നോ? അങ്ങനെ ഒരു ഇത് കാണിക്കുന്ന പോലെ നിങ്ങൾ പാസ്റ്റിൽ പക്ഷെ എന്നാലും വീട്ടുകാരെ വിട്ട് പോകുന്ന റിലേഷൻഷിപ്പിന് വേണ്ടി വീട് ഉപേക്ഷിച്ച് പോരേണ്ടി വന്നെങ്കിലും നിങ്ങൾ വീടിൻ്റെ ആ ഓർമ്മകളും അതെല്ലാം നിങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. നോക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ലൈഫിനോട് കൂടുതൽ സീരിയസ് ആയി ഇരിക്കുന്ന പോലെ, നിങ്ങൾക്ക് ചിരിക്കാനും കളിക്കാനും ഒന്നും സമയമില്ലാത്ത പോലെ, ഭയങ്കര സീരിയസ് ആയ ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ആളെ പോലെ, ഒരു സിറ്റുവേഷനെ പോലെ. അതോ നിങ്ങൾ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണോ? അപ്പോൾ വീട്ടിലെ ആൾക്കാരെല്ലാം, ബന്ധുക്കളെല്ലാം വീട്ടിലാണ്, വൈഫായാലും പിള്ളേരായാലും ഭർത്താവായാലും പിള്ളേരായാലും ഒക്കെ വീട്ടിലാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണോ എബ്രോഡ് പോയി കഷ്ടപ്പെടുന്നത്? അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനും നിങ്ങൾക്കുണ്ട്. നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, എംപ്രസ് എന്ന് പറഞ്ഞാൽ വളരെ നർച്ചറിങ്. എംപ്രസ് എന്ന് പറഞ്ഞൊരു അമ്മയാണ്, ഭൂമി ദേവി. എങ്ങനെയാണ്? ക്ഷമയുള്ള അമ്മ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയെയാണോ മിസ് ചെയ്യുന്നത്? അതോ നിങ്ങളുടെ വൈഫിനെയാണോ? അതോ ഹസ്ബൻഡിനെയാണോ? നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്മച്യൂറായ എനർജിയാണ്, പക്ഷേ ഇമോഷനാണ്. അപ്പോൾ ഭയങ്കര ഇമോഷണലാണ് ഈ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് അമ്മയും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണോ? ഫാമിലിയും മക്കളും തമ്മിലുള്ള, ഭാര്യയും ഭർത്താവും പോലെയല്ല ഇവിടെ തോന്നുന്നത്. നോക്കട്ടെ.
അല്ലെങ്കിൽ സാധാരണ ഒരു റിലേഷൻഷിപ്പാണെന്ന് തോന്നുന്നില്ല. നോർമൽ നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് ലവ് റിലേഷൻഷിപ്പാണോ അല്ലാന്ന് എനിക്കൊരു ഫീലിംഗ് വരുന്നു ഇവിടെ. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം. ഈ റിലേഷൻഷിപ്പിൽ ഈ നിങ്ങളുടെ പേഴ്സൺ ഒരു ഉദ്ദേശമുണ്ട്. ഈ റിലേഷൻഷിപ്പ് കൊണ്ട് പേഴ്സൺ ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് നല്ലതാണ് എന്നാണ് ഈ പേഴ്സൻ്റെ വിശ്വാസം. ഈ പേഴ്സൺ വീട്ടുകാരിൽ നിന്ന് അകന്ന് പോകുന്നെങ്കിലും നിങ്ങളുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതാണ്, പേഴ്സൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആണ് കേട്ടോ. അങ്ങനെയാണ് കാണിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾ തമ്മിലുള്ള. അതുകൊണ്ട് എല്ലാം ബാലൻസ് കണ്ടുപിടിക്കുക, ഒരു ഹാർമണി കണ്ടുപിടിക്കണം. അപ്പം നിങ്ങളുടെ ഫാമിലികളിൽ പ്രശ്നം ഉണ്ടാവും. ഫാമിലികൾക്ക് വിവാഹം ഇഷ്ടമല്ലായിരിക്കാം. പക്ഷേ ലവ് ആയതുകൊണ്ട് നിങ്ങൾ ഫാമിലിയുടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ വിവാഹം കഴിക്കാൻ പുറപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഇതൊരു ന്യൂ ബിഗിനിങ് ആണ്. ഹാപ്പിയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നിങ്ങൾ കുറച്ച് ഇൻഡിസൈസീവ് ആണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറേ പ്രയോറിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അത്ര വലിയ ഹാപ്പി അല്ലെന്ന് തോന്നുന്നുണ്ട് ഇതിനകത്ത് വന്ന് കയറിയപ്പോൾ. ഓക്കെ, ഇവിടെ ഡെത്ത് കാർഡ് കാണിക്കുന്നുണ്ട്. മരണമാണോ? ആരുടെയെങ്കിലും ഫാമിലിയിൽ ആരെങ്കിലും മരിച്ചോ? അറിയില്ല. അങ്ങനെയാണെങ്കിൽ വളരെ സോറി ഉണ്ട്. ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കാര്യം അവസാനിച്ചു. അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്ന പോലെ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കാർക്കായിരിക്കാം കൂടുതലും ഈ വിവാഹത്തിനോട് എതിർപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനോട് എതിർപ്പുണ്ടായിരുന്നത് അല്ലേ? നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിക്ക് അത്ര എതിർപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫാമിലി ആയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങൾ അറുത്തു മുറിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും കൂടി ഇൻവോൾവ് ആവാൻ പറ്റും. നിങ്ങൾ എപ്പോഴും ജഗിൾ. അപ്പോൾ ഈ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഈ വിവാഹം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ തീരുമാനമായേക്കാണ് നിങ്ങൾ തമ്മിൽ. എല്ലാവരെയും എതിർത്തിട്ട് സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും മുമ്പോട്ട് പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല, എപ്പോഴും തീരുമാനിച്ചിട്ടില്ല. നിങ്ങളുടെ പേഴ്സൺ ഇതിൽ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അറിയില്ലായിരിക്കും നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന ഈ ജഗ്ലിങ്. നിങ്ങളുടെ പേഴ്സൺ അറിയില്ലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? Page of Wands, Competition, 5 of Wands, ഒരു ഹാർട്ട് ബ്രേക്ക്, 3 of Swords, Queen of Wands, പിന്നെ Queen of Cups. ഇവിടെ 2 ക്വീൻസ് ഉണ്ട്. 2 ക്വീൻസ് തേർഡ് പാർട്ടിയാണ് അവിടെ. ഈ പേഴ്സൺ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു? അവർ പേഴ്സണെ ചതിക്കുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നോ? അങ്ങനെയാണോ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്? ഈ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിലായിരുന്നോ? അതോ നിങ്ങളാണോ ഒരു നിങ്ങൾ വേറെ ആരുടെയും ഭാര്യയായിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു നിങ്ങൾ? എന്തോ ഒരു തേർഡ് പാർട്ടി പോലെ ഉണ്ടോ ഇത്? തേർഡ് പാർട്ടി പോലെ 2 ക്വീൻസ് ഉണ്ട് ഇവിടെ. ഒരു ക്വീൻ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ക്വീനാണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെയോ മറ്റുള്ളവരുടെ ബോയ് ഫ്രണ്ട്സിനെ ഒന്നും
പിടിച്ചെടുക്കാൻ മടിയില്ലാത്തൊരു വേദനകൾ മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്ന വളരെ സ്വാർത്ഥയായ ഒരു ഫീമെയിൽ എനർജിയാണ്. ആണുങ്ങളും ആവാം ഇത്. അങ്ങനത്തെ ഒരു എനർജി കാണാം. അപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു കോമ്പറ്റീഷൻ വന്നു. 2 പേര് ക്വീൻ ഓഫ് വാൺസിനെ ചൂസ് ചെയ്യണോ ക്വീൻ ഓഫ് കപ്സിനെ ചൂസ് ചെയ്യണോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ വന്നു, ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി ഇവിടെ. അപ്പോൾ നിങ്ങൾ കാരണം പേഴ്സൻ്റെ ഫാമിലി ലൈഫ് ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ പുറകെ വന്നതാണോ? അറിയില്ല എനിക്ക്. ഇതെന്താ, ആരുടെ റീഡിംഗ് ആണ്, എന്ത് എനർജിയാണെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഒരാളെ ചതിക്കേണ്ടി വന്നു ഈ പേഴ്സണ്, ഒരാളെ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു മനസ്സിൻ്റെ ഫീലിങ്സ്, സങ്കടം ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഒരു കോമ്പറ്റീഷൻ വന്നു, ഒരു ചോയ്സ് എടുക്കേണ്ടി വന്നു പേഴ്സൺ. അപ്പോൾ മനസ്സ് അറിയാം മറ്റുള്ളവർക്ക്, മറ്റേയാൾക്ക് വിഷമമാവുമെന്ന് അറിഞ്ഞിട്ടും ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ഗേൾ ഫ്രണ്ട് വർഷങ്ങളായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അതിനിടയിലാണ് ഒരു തേർഡ് പാർട്ടി കയറിയത്. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് കണ്ടിന്യൂ ചെയ്തു, മറ്റേയാളെ ഉപേക്ഷിക്കേണ്ടി വന്നു. അത് ക്വീൻ ഓഫ് കപ്സിനെയാണ് ഉപേക്ഷിച്ചത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു മനസ്സിന് സങ്കടം ഈ പേഴ്സൺ ഉണ്ട്. ആ ഒരു ചതി ചെയ്യേണ്ടി വന്നല്ലോ എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. എന്നാലും ഈ പേഴ്സൺ ഇത് ക്വീൻ ഓഫ് വാൻസ്, അത് നിങ്ങളാണോ നിങ്ങളുടെ തേർഡ് പാർട്ടിയാണോ ഇത്, അവരുടെ കൂടെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ അതുകൊണ്ടാണ് പാസ്റ്റ് വിടാൻ പറ്റാത്തത്. അപ്പോൾ പാസ്റ്റ് നിങ്ങളായിട്ടുള്ള പാസ്റ്റ് ആയിരിക്കും, നിങ്ങളെ ഉപേക്ഷിച്ചിട്ടായിരിക്കും ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടുള്ളത്. അതിലൊരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ടുണ്ടെന്ന് ഈ പേഴ്സൺ അറിയാം. ഭയങ്കരമായിട്ട് വിഷമമാക്കി നിങ്ങളെ സങ്കടപ്പെടുത്തിയെന്ന് ഈ പേഴ്സൺ അറിയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഇപ്പോൾ എന്താണ് ലൈഫിൽ നടക്കുന്നത്? നിങ്ങൾ ചിലപ്പോൾ ടാരോ റീഡിങ് കാണുന്നുണ്ടാവാം, ടാരോ റീഡിങ് എടുക്കുന്നുണ്ടാവാം. ഈ പേഴ്സൺ തിരിച്ചു വരുമോ, ഈ പേഴ്സൻ്റെ ലൈഫിൽ എന്താണ്, തേർഡ് പാർട്ടിയും ഈ പേഴ്സണുമായിട്ട് ഹാപ്പി ആണോ എന്നൊക്കെ അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട് ഈ പേഴ്സണെ. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ഏരീസ് ആയിരിക്കാം, ഇതൊരു അച്ഛനായിരുന്നു എന്ന് വെച്ചാൽ കുട്ടികളുള്ള ഒരാൾ. അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും ഈ പേഴ്സണിൽ നിന്ന്. ബിസിനസ്സുകാരനായിരിക്കാം, ബിസിനസ്സുകാരിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങൾ പുറമേ കാണിക്കുന്നില്ല നിങ്ങളുടെ സങ്കടം. നിങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോഴുള്ള സങ്കടം നിങ്ങൾ പുറമേ കാണിക്കുന്നില്ല. നിങ്ങളത് ഉള്ളിൽ അമർത്തുകയാണ് ചെയ്യണം, ഉള്ളിൽ അടിച്ചമർത്തി വെച്ചേക്കുകയാണ്, ആരോടും തുറന്ന് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നാലും ഇപ്പോഴും വിചാരിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ഈ പേഴ്സൺ പോയപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ടവർ മൊമെൻറ്റ്, നിങ്ങളെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് താറുമാറാക്കി നശിപ്പിച്ചിട്ടാണ് ഈ പേഴ്സൺ പോയത്. കാരണം നിങ്ങളുടെ ജീവിതമായിരുന്നു ആ പേഴ്സൺ നിങ്ങളെ ചതിക്കുമെന്നും വേറൊരാളുടെ കൂടെ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഒപ്പം വർക്ക് ചെയ്തിരുന്നവരൊക്കെ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങൾ അറിയാതെ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ ഉപേക്ഷിച്ച് വേറൊരാളുടെ കൂടെ പോയ ആളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങൾക്ക് ആ പേഴ്സണോട് ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു വേദന ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. നിങ്ങൾ ഇത്രയും കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാനോ അവരെ സ്നേഹിക്കാനോ ആക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. കാരണം ഈ ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ ചതിക്കുമെന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ വലിയൊരു ടവർ മൊമെൻ്റാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ട് പോയത്. എന്നാലും നിങ്ങൾ ഇപ്പോഴും ആ പേഴ്സണെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു? നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ചാലഞ്ച് എന്തായിരുന്നു? മൈൻഡ് ഗെയിംസ് കണ്ടോ, ജഡ്ജ്മെൻറ്റും ഡെവളും 5 ഓഫ് സ്വേർഡ്സുമാണ്. ഇവിടെ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിങ്ങളെപ്പോഴും ഈ പേഴ്സൺ ജഡ്ജ് ചെയ്യുമായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും ശരിയല്ല, നിങ്ങൾക്ക് നന്നായിട്ട് വസ്ത്രം ഇടാൻ അറിയില്ല, നിങ്ങളെ കാണാം. അപ്പം നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പേഴ്സൺ ആരോടോ. ആ കമ്പയർ ചെയ്തിരുന്ന കൂടെയാണ് ഈ പേഴ്സൺ പോയിരിക്കുന്നത്. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിനിടയിലേക്ക് ബന്ധത്തിനിടയിലേക്ക് വന്നപ്പോഴാണ് ഈ പേഴ്സൺ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഇതൊരു ഒബ്സഷനായി, പേഴ്സൺ അഡിക്ഷനായി, മറ്റവരോടുള്ള അഡിക്ഷനായി, വെള്ളമടി, എല്ലാ ചീത്ത സ്വഭാവങ്ങളെല്ലാം ഈ പേഴ്സണ് വന്നു. അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഒരു കണ്ണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നതോടുകൂടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് താറുമാറായി പോയത്. മനസ്സിലാവുണ്ടോ? പിന്നെ ഒരു കോമ്പറ്റീഷൻ പോലെ, പിന്നെ ഒരു എന്താ പറയുക, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക, റിലേഷൻഷിപ്പിൽ ശ്രദ്ധ കൊടുക്കാണ്ടിരിക്കുക, എങ്ങനെയൊക്കെയായി നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം. ആ തേർഡ് പാർട്ടി വന്നതോടുകൂടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എല്ലാ ഹാപ്പിനെസ്സും എല്ലാ സമാധാനവും പോയത് എന്നാണ് കാണിക്കുന്നത്. മനസ്സിലായി? ഒരു ഇതുപോലെ കാർമിക് സിറ്റുവേഷൻ പോലെയാണ് അത് വന്നത്.
തേർഡ് പാർട്ടി വന്നതോടുകൂടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരൊരു ചാലഞ്ചായിട്ട് മാറി. നിങ്ങൾക്കൊരു ചാലഞ്ചായിട്ട് മാറി. നിങ്ങൾ പക്ഷേ ഒരു കോമ്പറ്റീഷൻ നിന്നില്ല അവരായിട്ട്. കാരണം അവർ പെരുമാറുന്ന പോലെ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്തപ്പോഴാണ് ഈ പേഴ്സൺ ഇറങ്ങി പോവുകയാണ് ചെയ്തത് അവരുടെ കൂടെ. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. നിങ്ങളും ഓർക്കുന്നുണ്ട് ആ സിറ്റുവേഷൻ. ആ പേഴ്സണെ നിങ്ങൾ ഓർക്കുന്നുണ്ട്. നിങ്ങളൊരു ഭൂമിദേവി പോലെയാണ്. ആണായാലും പെണ്ണായാലും ഫീമെയിൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ജെൻഡർ എടുക്കണ്ട നമുക്ക്. അപ്പോൾ വളരെ ക്ഷമിച്ച് സഹിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. മറ്റേതാണെങ്കിൽ ഒരു ഹോളിഡേ റൊമാൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ തരം കിട്ടിയപ്പോൾ വേറൊരു ആളുടെ കൂടെ പോയി. അപ്പോൾ നിങ്ങളിപ്പോഴും ഈ സിറ്റുവേഷനെ ഓർത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ ഫാമിലിക്ക് സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടായിരിക്കാം. കുട്ടികളുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളിങ്ങനെ ഈ പാസ്റ്റിലെ ഈ പേഴ്സണെ ഓർത്ത് പാസ്റ്റിലെ സിറ്റുവേഷനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി, നിങ്ങളുടെ പാരൻസ്, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഇവർക്കെല്ലാം ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇവർക്ക് കൊടുക്കേണ്ട ആ ഒരു ടൈം ആണ് നിങ്ങൾ ഈ പഴയ റിലേഷൻഷിപ്പിനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരിക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇതിനെ വിട്ട് നിൽക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ആഗ്രഹം, നിങ്ങൾ ഇതിൽ കടുംപിടുത്തത്തോടെ നിൽക്കുകയാണ്. ഇത് തന്നെ പറ്റുള്ളൂ. നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ ശ്രദ്ധിക്കുക. കാരണം ഫിനാൻഷ്യലി നിങ്ങൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ് ഫിനാൻസ്. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ സിറ്റുവേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫിനാൻഷ്യൽ സിറ്റുവേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെയും നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇയാളോടല്ല ഈ സ്ത്രീയോടോ പുരുഷനോടോ അല്ല റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ഫാമിലിയോടും നിങ്ങളുടെ ജോലിയോടും ആത്മാർത്ഥത പുലർത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, സ്കോർപിയോ, ലിയോ, ക്യാൻസർ, ഏരീസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Scorpio, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Scorpio, Cancer, Pisces, Scorpio, Sagittarius, Aries, Aquarius, Taurus, Libra, Cancer, Pisces, Scorpio, ഇതാണ് റീഡിംഗ്. ഇനിയൊരു റീഡിങ്ങുമായി വീണ്ടും വരാം. അപ്പോൾ ശുഭരാത്രി. ബൈ ബൈ.